സുഹൃത്തുക്കളെ, ഒഫീഷ്യലോ അൺഒഫീഷ്യലോ എന്തു തന്നെ ആയിക്കോട്ടെ, ഇത്രയേ പറയാനുള്ളൂ. നാളെ മുതൽ ചിലപ്പോൾ നമ്മുടെ പരിസര പ്രദേശത്തെ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. ഇനി വീട്ടിലത്തെ അമ്മമാരോടാണ് ഗ്യാസ് ഏറ്റവും നന്നായി തന്നെ, ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും കുറവും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഈ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു കുറ്റി ഗ്യാസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയെന്ന് വരില്ല. ഞാൻ പറയുന്നത്, യുദ്ധം ഏതെങ്കിലും ഒരു നാട്ടിലാണ്, ഏതെങ്കിലും ഒരു പരിസര പ്രദേശത്താണ്. യുദ്ധം എവിടെയെങ്കിലൊക്കെ നടക്കുമ്പോൾ ഈ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാണ് എന്റെ പൊന്നു കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചവരുടെ അണ്ണാക്കിലേക്കുള്ള ഒരു പിരിവെട്ടലാണ് ഇനി നടക്കാൻ പോകുന്നത്. നമുക്കിനി ഗ്യാസ് കിട്ടാത്ത ഒരവസ്ഥ വരുന്നർത്ഥം. ഒരു ഭീകരമായ വാർത്തയിലൂടെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ശബരിമല മണ്ഡലക്കാരല്ല ഭീകരത, അതിനേക്കാൾ വേറെ ഒന്നുണ്ട്. LPG ക്ഷാമത്തെ തുടർന്ന് കോഴിക്കോട്ടെ പൊതു ശ്മശാനം അടച്ചു. കോർപ്പറേഷനു കീഴിലെ സ്മൃതി പഥമാണ് അടച്ചത്. 4 മൃതദേഹങ്ങൾ സംസ്കരിക്കാനാകാതെ തിരിച്ചയച്ചു. നിലവിൽ കോഴിക്കോട് നഗരത്തിലും LPGയുടെ ലഭ്യത അത് വളരെ കുറഞ്ഞിരിക്കുന്നു. പല ഹോട്ടലുകളിലും അടച്ചുപൂട്ടി. അതിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് കോർപ്പറേഷന് കീഴിലുള്ള പൊതു ശ്മശാനമാണ് ഈ സ്മൃതിപഥം എന്ന് പറയുന്നത്. ആ സ്മൃതിപഥം നിങ്ങൾ ഈ വാർത്ത കേട്ടത് കേരളത്തിന്റെ പുറത്തല്ല, കേരളത്തിനുള്ളിലാണ്. കേരളത്തിനുള്ളിൽ തന്നെ നമ്മുടെ കോഴിക്കോട് ആ ശ്മശാനത്തിലെ ബോഡിയും മറ്റും കത്തിക്കാൻ വേണ്ടി നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഗ്യാസിന്റെ ആവശ്യമുണ്ട്. ആ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് 4 ശവശരീരങ്ങളാണ് തിരിച്ചയച്ചതെന്നർത്ഥം. നമ്മൾ എവിടേക്ക് എത്തി നിൽക്കുന്നു സുഹൃത്തുക്കളെ? യുദ്ധം നമ്മുടെ നേരെ മുമ്പിലേക്ക്, അടുക്കളയിലേക്ക്, നമ്മൾ നേരിട്ടിട്ടല്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുക്കളയിലേക്ക് യുദ്ധം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും ഭീകരമായ ഒരു മുഖം കൂടി കാണിച്ചിരുന്നുണ്ട് ഒരു ചാനൽ. ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആശങ്കപ്പെടുത്താൻ പറയുന്നതല്ല, എങ്കിലും കരുതലോടുകൂടി ഇരിക്കണം. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില റെസ്റ്റോറന്റുകളെങ്കിലും അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ചില റെസ്റ്റോറന്റുകൾ ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു. ഞാൻ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിൽ നിന്ന് ഇന്നലെ നമ്മുടെ ചങ്ങാതി പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തേക്കും കൂടിയുള്ള ഗ്യാസ് ഉണ്ട് കേട്ടോ സാറേ എന്ന് പറയുന്നുണ്ടായിരുന്നു. നാളെ കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഗ്യാസിന്റെ ഏജൻസിയിൽ വിളിച്ചിട്ടെടുക്കുന്നില്ല. അവർക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഏജൻസിയിൽ പാചകവാതകത്തിനുള്ള ഈ LPG സിലിണ്ടർ കിട്ടാനില്ല. അത് നിറയ്ക്കുന്നത് നിർത്തിക്കഴിഞ്ഞു 3 പ്രധാനപ്പെട്ട കമ്പനികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് അവിലും പഴവും ശർക്കരയും ഒക്കെ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. കുറച്ച് ബ്രെഡൊക്കെ വാങ്ങി വെക്കുന്നതും നന്നായിരിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപടിയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കാര്യം കുറച്ച് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ആശങ്കപ്പെടുത്താൻ പറയുന്നതല്ല, എങ്കിലും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരോട് പ്രത്യേകം പറയുന്നു, അത്ര പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കുകയുമില്ല. കാര്യം യുദ്ധം നിന്നാലും ഇനി ഈ ഖത്തറിൽ നിന്നുള്ള LPG വരണം, അതേപോലെ അവിടെ നിന്നുള്ള CNG വരണം. അപ്പൊ ഊർജ്ജ പ്രതിസന്ധി പഴയ നിലയിലേക്ക് അത് പരിഹരിച്ചു പോകാൻ മാസങ്ങൾ എടുത്തേക്കാം ഒരു പക്ഷേ. അതുകൊണ്ട് യുദ്ധം നമ്മുടെ അടുക്കളയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് വെറുമൊരു അതിശോക്തിയോടുകൂടി പറഞ്ഞതല്ല, അത്യുക്തിയോടുകൂടി പറഞ്ഞതല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കുക. ചില പ്രേക്ഷകരെയൊക്കെ കാണുന്നു പഴയ കാലത്ത്. ഒരു സംശയമില്ല, ഇത് നമ്മളൊക്കെ വിചാരിക്കുന്ന അപ്പുറത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ആളുകൾ ഇസ്രായേലിന്റെ ഒപ്പയും, ചില ആളുകൾ നമ്മുടെ ഇറാന്റെ ഒപ്പയൊക്കെ. ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഈ നമ്മുടെ കേരളത്തിലെ ചില അവിഞ്ഞ രാഷ്ട്രീയത്തിന്റെ മറ്റു ഭാഗമായിട്ടാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ പറ്റി പറയാനില്ല. It's official. India is facing a gas issue due to the US-Iran. The government has accepted it. Many restaurants are being shut and even some crematoriums have been closed. Let me tell you 5 things that have happened one by one. In Mumbai, 20% of the city's hotels and restaurants have already been shut because of a shortage in മുംബൈയിൽ 20% അടച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. മുംബൈയിൽ 20% ഹോട്ടലും മറ്റൊക്കെ അടച്ചു കഴിഞ്ഞു. ഇനി ഇതൊക്കെ എന്തു ചെയ്യുമെന്നുള്ളൊരു ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. Due to the Indian Hotel and Restaurants Association. Second, in Bengaluru and Chennai, associations have warned that hotels and restaurants might have to shut down starting tomorrow because their LPG supply has also been completely stopped. They say that commercial LPG distributors have absolutely no stock available. And not just in these 3 cities, but many small and even 5-star hotels and restaurants across the country are facing the risk of shutdown. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിഭീകരമാണ്, നമുക്കറിയാം. പക്ഷേ നമ്മുടെ BJP-ക്കാർക്ക് എന്തു പറയാനുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് അറിയണ്ടേ? ചന്ദ്രശേഖരന്റെ വാക്കുകൾ കേൾക്കണം. ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ളൊരു ടീം നമ്മുടെ ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ച കോൺഗ്രസ്സുകാരാന്നാ, അല്ല കേട്ടോ.
ഇവരെന്നെ. ഞാനങ്ങനെ ഗ്യാസ് ഇപ്പോ ഇന്ത്യ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഈ മിഡിൽ ഈസ്റ്റിന്റെ ക്രൈസിസ് കാരണം എങ്ങനെയുണ്ട്? അതിനു മുമ്പ് 2.5 കൊല്ലം മുമ്പേ യുക്രൈൻ റഷ്യ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഹൈഡ്രോ കാർബണും എനർജിയും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് നമ്മളെ മിഡിൽ ഈസ്റ്റും വെനസ്വേലയും റഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടല്ലേ ഇന്നലെ നമ്മൾ കണ്ടത് പ്രസിഡന്റ് ട്രംപ് റിസർവ്സ് റിലീസ് ചെയ്യുന്നു, യൂറോപ്യൻ യൂണിയൻ പെട്രോളിയം റിസർവ്സ് റിലീസ് ചെയ്യുന്നു. ഇന്ന് കണ്ടല്ലോ അതിന്റെ വില, ഹൈഡ്രോ കാർബൺ എനർജിന്റെ വില. ശരിയാണ്, ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ കാല് പിടിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന വർത്തമാനം കൂടി എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങളൊക്കെ പറയണം. എന്തായാലും ഇപ്പൊ ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഫണ്ണി എന്ന് പറയാവുന്ന ഒരു ദൃശ്യമാണ്. ഒരു 3 സ്റ്റാർ ഹോട്ടലില് ഗ്യാസ് തീർന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒന്ന് കണ്ടു നോക്കൂ. ആ 3 സ്റ്റാർ ഹോട്ടലിലേക്ക് ഗ്യാസ് തീർന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത് വടിയാണ്, മരങ്ങളാണ്. ഇനി എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന കുറച്ച് സംഘടനയെ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. അതിഭീകരാണ്. ഇസ്രായേൽ തന്തയാണ്, ഇസ്രായേൽ അമ്മ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. सिलेंडर 450 का था, अब 1100 का। देखिए वो सब चीजें छोड़ दीजिए, उनको दरकिनार करिए। आप ये देखिए कि हम कहाँ पहुँचे हैं वर्ल्ड स्तर पर। നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അതായത് LPG പ്രൈസ് ഇനിയിപ്പോ 1000 അപ്പുറം കടന്നാലും 10,000 കടന്നാലും ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇത്രയും ചാണകങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം ഏതും ദുസ്സഹമായിരിക്കും. ബൈ.